ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ഏറെ കാത്തിരുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ. ഇന്നത്തെ ഒരു പുത്തൻ പ്രമോയില് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കേട്ടോ, നമ്മുടെ രേവതിയുടെ പേരിൽ ഒരു പൂക്കട. രേവതിയാണ് ഓണർ എങ്കിലും പക്ഷേ ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്നാട്ടോ നമ്മുടെ പേരിട്ടിരിക്കുന്നത്. ഈ പേര് കണ്ടപാടെ ആദ്യം ആരോടും പറയുന്നില്ല കേട്ടോ, നമ്മുടെ രേവതിയുടെ അടുത്ത് ആരോടും പറയുന്നില്ല. നമ്മുടെ സച്ചി അതീവ രഹസ്യമായിട്ടാണ് അപ്പൊ എല്ലാവരെയും ഒരുക്കി അണിയിച്ചൊരുക്കിയൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചിയുടെ വീട്ടിൽ നിന്നും അച്ഛനോട് പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് റെഡിയാക്കിയൊക്കെ ഒന്ന് ഇറക്കച്ചാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മുടെ രേവതിയുടെ വീട്ടിൽ നിന്നും ആള് വരുന്നുണ്ട്, പൂ കെട്ടുന്ന കുറച്ച് പേരൊക്കെ കൂടുന്നുണ്ട്. നമ്മുടെ സച്ചിയുടെ കൂട്ടുകാര് എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ. നമ്മള് പുതിയ കാറൊക്കെ ഷോറൂമിൽ നിന്ന് ഇറക്കൂലേ, ആ ഒരു പൊക്കത്തെ തുണിയൊക്കെ മാറ്റിയിട്ട് അതേപോലെ ആട്ടോ അവര് കടയിൽ നിന്ന് ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ മാറ്റുന്നത്. അത് കണ്ടപാടെ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കും കേട്ടോ. ഒരു സന്തോഷം കൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മുടെ ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒഴിച്ച് ബാക്കി എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പൊ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിലും ആദ്യം തന്നെ ആ പേരിലാട്ടോ ഓട്ടം പൊരിക്കുന്നത്. ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ്, ഇതെന്തിനാ എന്റെ പേരിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിക്ക് ആകെപ്പാടെ ഒരു അസ്വസ്ഥത. പൂക്കടയ്ക്കല്ലേ, ബ്യൂട്ടി പാർലറിൽ പേരിട്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ പൂക്കടയ്ക്ക് തന്നെ പേരിട്ടത് തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ ചന്ദ്രമതി കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതിയും അവരിങ്ങനെ ആകപ്പാടെ വല്ലാതിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വർഷയും ശ്രീകാന്തും ബാക്കി എല്ലാവരും അടിപൊളി ഹാപ്പി ആയിട്ട്. നമ്മുടെ അച്ഛനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാ. അപ്പൊ അച്ഛൻ നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട്, എടാ ഇത് നീ പൊളിച്ചടാ മോനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്ന കുറച്ച് നല്ല മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ആ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് ഭയങ്കര വെയിറ്റിംഗ് ആയിരിക്കും. ഒരു അടിപൊളി പൊളപ്പൻ എപ്പിസോഡ്, പ്രേക്ഷകർ ഒരു രക്ഷയില്ലാത്തൊരു എപ്പിസോഡ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി നമ്മുടെ രേവതിക്ക് ഇനി വെച്ചടി കയറ്റായിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.